നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദം, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദ നക്ഷത്ര ജാതകരുടെ 2026 ജനുവരി ഫെബ്രുവരി മാസ ജ്യോതിഷ ബല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ബല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു കുംഭക്കൂറുകാരനായിട്ടുള്ള നക്ഷത്ര ജാതൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു കുംഭക്കൂറുകാരനായിട്ടുള്ള നക്ഷത്ര ജാതൻ്റെയും ജാതകമനുസരിച്ച് 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കാം. ഇത് ചരരാശി ഗ്രഹസ്ഥിതി വെച്ചാണ് നമ്മൾ ഈ ഫലം പറയുന്നത്. അപ്പോൾ 2026 ജനുവരി ഫെബ്രുവരി മാസത്തിൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചുള്ള ചരരാശി ഗ്രഹസ്ഥിതി നോക്കിയാൽ 7-ലെ കേതുവും ജന്മസ്ഥിതനായ രാഹുവും 5-ാം ഭാവത്തിലെ വ്യാഴവും 2-ലെ ശനിയും. 2-ലെ ശനി എന്ന് പറയുന്നത് 7-ലെ ശനി ദോഷം തീരുന്നതിൻ്റെ ഭാഗമായിട്ട് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ശനിദോഷ കാലമാണ്. 7-ലെ ശനി ദോഷം എന്ന് പറയുന്നത് 7 വർഷക്കാലമായിട്ട് അവർ പിടികൂടിയിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും 5 വർഷം കഴിഞ്ഞ് 7 വർഷത്തിലേക്ക് കടന്നുകൊണ്ട് 7 വർഷത്തിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശനിയുടെ ഈ ഒരു 7 ശനി ഭാവം എന്ന് പറയുന്നത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പ്രവർത്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണെന്ന് ആമുഖമായി ഓർമ്മിച്ചുകൊള്ളു. നമുക്കിനി കുംഭക്കൂറുകാരുടെ 2026 ജനുവരി മാസത്തിൽ അവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ഗുണദോഷ ഫലങ്ങളെ ഒന്ന് വിലയിരുത്താം. 2026 ജനുവരി മാസം പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള വരവിനേക്കാൾ കവിഞ്ഞ ചിലവുകൾ വർദ്ധിക്കാനിടയുള്ളൊരു കാലഘട്ടമാണ്. ഏത് തരത്തിൽ എങ്ങനെയൊക്കെ നോക്കിയാലും ചിലവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ധനപരമായിട്ടുള്ള ആവശ്യങ്ങൾ വർദ്ധിക്കുന്നത് മൂലം കടബാധ്യതയിലേക്ക് നീങ്ങിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന വസ്തുവകകളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ, കോടതി വ്യവഹാരങ്ങളിലൂടെ കടന്നു പോകുന്നവയടക്കം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മക്കൾക്കോ ബന്ധുക്കൾക്കോ ജാതകനോ വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ചില അലോസരങ്ങൾ, ചില ഭിന്നാഭിപ്രായങ്ങൾ, ചില വിപരീതപരമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുവാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ അടുത്ത് പെരുമാറിയിരുന്ന സുഹൃത്തുക്കളായിട്ടുള്ളവർ ചൂഷണ സ്വഭാവത്തോടും തസ്കര സ്വഭാവത്തോടും കൂടെ തങ്ങളോട് ഇടപഴകുന്നു എന്ന ഒരു തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വാക്കുകൾ കൊണ്ട് ദോഷങ്ങൾ ഭവിക്കാനിടയുള്ളത് കൊണ്ട് തന്നെ നിയമപരമായി പ്രതിസന്ധിയിലായേക്കാനിടയുള്ള കാര്യങ്ങളിൽ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും വളരെയേറെ സൂക്ഷിക്കുക. അതുകൂടാതെ തന്നെ ഈ ടെലിഫോണിലൂടെയൊക്കെ മൊബൈലിലൂടെയൊക്കെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഭർസനമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ എതിർവശത്തിരിക്കുന്നവർ നിങ്ങളുടെ വാക്കുകൾ റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ അതൊക്കെ വിവാദമാകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രതിസന്ധികളിലേക്ക് എത്തി നോക്കുന്നത് പോലെ തന്നെ കുടുംബപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. അത്തരം പ്രശ്നങ്ങളെയൊക്കെ കഴിവതും നമ്മൾ ലഘൂകരിച്ചുകൊണ്ട് ഒരു സമീപന രീതി എടുക്കുന്നതായിരിക്കും നല്ലത്. സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളിൽ സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നത് ഒരിക്കലും ആർക്കും ശുഭകരമാകില്ല. യാത്രാവേളകൾ ക്ലേശകരമാവാതിരിക്കാൻ വേണ്ട ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കണം. വിദേശത്തു നിന്നും ചില നല്ല വാർത്തകൾ കേൾക്കാനിടയുണ്ടെങ്കിലും ഏതൊക്കെ കാര്യത്തിലായാലും നമ്മളെ ഏതെങ്കിലും വിധത്തിൽ ഇവൻ ദുരുപയോഗപ്പെടുത്തുമോ ചൂഷണം ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു ആശങ്ക വർദ്ധിക്കുന്ന തരത്തിൽ ചില വ്യക്തികളുടെ ഇടപെടലും സംസാരവും സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതാണ്. വിവാഹ വിഷയത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പങ്കാളിത്ത ഏർപ്പാടിൽ പ്രതീക്ഷിക്കുന്നത്ര വിജയം ഉണ്ടായില്ല എന്ന് വരാം. അതുപോലെ തന്നെ ചിന്താക്ലേശം, ഒരു എന്ത് കാര്യം ആലോചിച്ചാലും ഒരു സ്വസ്ഥതയില്ല എന്ന് പറയുന്ന തരത്തിലേക്കും തുടക്കത്തിൽ പോകാനിടയുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായിട്ടാണ് പോകുന്നതെങ്കിൽ, നിങ്ങൾ ഈശ്വരനെ കീഴ്വഴങ്ങിയാണ് പോകുന്നതെങ്കിൽ, നിങ്ങൾ മനഃപൂർവ്വം മറ്റൊരാളെ ദ്രോഹിക്കാതെയാണ് പോകുന്നതെങ്കിൽ, നിങ്ങൾ മനഃപൂർവ്വം മറ്റൊരാളെ അപഹസിക്കാതെയും പരിഹസിക്കാതെയും അവരെ ദ്രോഹം ചെയ്യാതെയും മറ്റൊരു ജീവജാലങ്ങൾക്കും യാതൊരുവിധ ദോഷവും ചെയ്യാതെയാണ് പോകുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ
ധൈര്യമായിട്ട് നിങ്ങൾ ഈശ്വര പ്രാർത്ഥന നടത്തിക്കോ. ഈ പറയുന്ന ഒരു വിഷയവും നിങ്ങളെ ബാധിക്കില്ല. കാരണം നിങ്ങൾ വിതയ്ക്കുന്നതാണ് കൊയ്യാൻ സാധിക്കുക. നിങ്ങളെന്നല്ല, ഈ ലോകത്ത് ഏത് മനുഷ്യരും വിതയ്ക്കുന്നതേ കൊയ്യാൻ സാധിക്കൂ. വിതയ്ക്കുന്നത് എന്തോ അത് കൊയ്യണം. അതാണ് പ്രകൃതി നിയമം. അപ്പം നമ്മൾ നന്മകൾ വിതച്ച് നന്മകൾ കൊയ്യുന്ന തരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ശനിദോഷകാലമൊന്നും വലിയ ആനക്കാര്യമായി എടുക്കേണ്ടതില്ല എന്നതുപോലെയുള്ളൊരു ചിന്ത വർദ്ധിപ്പിച്ചുകൊണ്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പ്രാർത്ഥന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ജനുവരി മാസം എന്ന് പറയുന്നത് വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം. അടുത്തത് ഫെബ്രുവരി മാസം. 2026 ഫെബ്രുവരി മാസം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റെടുത്ത ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ പ്രതീക്ഷിച്ചതിലധികം ധനം ചെലവാകാനിടയുണ്ട്. കുടുംബപരമായിട്ട് പരിഹാരം കാണേണ്ടുന്ന ചില വിഷയങ്ങളിൽ മാതാപിതാക്കളും മക്കളും ബന്ധുക്കളും ഒക്കെ തമ്മിൽ ഭിന്നാഭിപ്രായം വരാനിടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വേണ്ടപ്പെട്ടവരുമായിട്ട് അഭിപ്രായ ഭിന്നത വരാം. മറ്റുള്ളവരുടെ തന്നെ കരുതപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട തരത്തിലുള്ള ചില സാധനങ്ങളോ ധനമോ ഒക്കെ വിനിയോഗിക്കാനിട വരുമെങ്കിലും അതൊക്കെ പിൽക്കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ വരുത്തി വയ്ക്കും എന്ന് മറന്നു പോകാതിരിക്കുകയാണ് നല്ലത്. പുത്രന്മാരെ സംബന്ധിച്ച് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പുത്രികളെ സംബന്ധിച്ച് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അത് പരിഹരിക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാം. പുത്രന്മാരുടെയോ പുത്രികളുടെയോ അല്ലെങ്കിൽ ഈ നക്ഷത്രജാതരായിട്ടുള്ള ജാതകരുടെയോ വിവാഹ വിഷയത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ മാറി മറിഞ്ഞു വരാം. ധനപരമായിട്ടുള്ളൊരു മുന്നേറ്റം നടക്കുന്നതാണ്. പുത്രന്മാർക്ക് സുഖപ്രാപ്തി ഉണ്ടാകുന്നതാണ്. എന്നാൽ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണം. വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഗ്യാസ് സ്റ്റൗ, അഗ്നിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ വെച്ച് പുലർത്തണം. ബന്ധുക്കളെ സംബന്ധിച്ച് ചില ക്ലേശാനുഭവങ്ങൾക്കിടയുണ്ട്. യാത്രാക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. എന്നാലും ഫെബ്രുവരി മാസത്തിൽ ഒരു പരിധിവരെ ഗുണകരമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം ഈ ദോഷം നമ്മൾ പറയേണ്ടി വരുന്നതിൻ്റെ കാരണം 7ര ശനിയുടെ അന്ത്യഭാഗത്തിൽ നിൽക്കുന്നു. അത് തന്നെ ഒരു വലിയൊരു പ്രശ്നമാണ്. കേതു 7ൽ നിൽക്കുന്നു. അപ്പോൾ ഈ ഗ്രഹസ്ഥിതികൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഗ്രഹസ്ഥിതി അനുസരിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ദാമ്പത്യ വിഷയങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാനുള്ള വിട്ടുവീഴ്ച നിർബന്ധമായിട്ടും വേണം. പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റുന്ന തരത്തിൽ ഒന്നെങ്കിൽ സാമ്പത്തിക ഇടപാട്, ഭാര്യ അറിയാതെ ഭർത്താവിന് ഇടപാട്, ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്ക് ഇടപാട്, ഒന്നെങ്കിൽ സാമ്പത്തിക ഇടപാട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ രഹസ്യ ഏർപ്പാട്, ഇങ്ങനെയായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചായിരിക്കും ഒരു കലഹം വരാനിടയുള്ളത്. അപ്പോൾ ആ കലഹത്തിനുള്ള കാരണങ്ങൾ തലനാരിഴ കയറി പരിശോധിച്ച് അത്ര വലിയ ആനക്കാര്യമല്ല എന്ന് കണ്ട് അതങ്ങ് വിട്ട് കളയുക. അല്ലെങ്കിൽ അതൊരു വാണിംഗ് കൊടുത്ത് മേലിൽ ആവർത്തിക്കത്തില്ല എന്നൊരു ഉറപ്പ് വാങ്ങിച്ചുകൊണ്ട് വിഷയം വിട്ട് കളയണം. അതിനെ നമ്മൾ പൊക്കിപ്പിടിച്ച് പ്രബന്ധീകരിച്ച് പോയാൽ ഒരു കാര്യം നടക്കത്തില്ല. ഇല്ലാത്ത ബഹളം ഉണ്ടാകും. നമുക്കും സമാധാനം കിട്ടത്തില്ല, നമ്മുടെ ഉടലിനും സമാധാനം കിട്ടത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് 2ലെ ശനി. 2ലെ ശനി എന്ന് പറയുമ്പോൾ തന്നെ കുടുംബത്തിലാകെ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങൾ, മനക്ലേശങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ഇതൊക്കെയാണ് ഫലം പറയേണ്ടത്. എന്നാൽ 7 വർഷക്കാലമായിട്ട് അദ്ദേഹം ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. അതിൽ 5-6 വർഷം കഴിഞ്ഞ് ഇനിയിപ്പോൾ 1.5 വർഷം കൂടെ ഉള്ളൂ എന്ന് പറയുന്ന തലത്തിലെത്തി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം 7 വർഷം നിങ്ങളെ പിടിച്ചിരുന്നത് സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യനായ ഒരു നീതിപതിയാണ്. അദ്ദേഹം കഴിഞ്ഞ 7 വർഷം കൊണ്ട് 6 വർഷം കൊണ്ട് നിങ്ങളെ പല രീതിയിൽ പരീക്ഷിച്ചു കഴിഞ്ഞു. ആ പരീക്ഷണത്തിൽ കൊണ്ട് നിങ്ങൾ സ്വയമേ നന്നായോ എന്നാണ് അദ്ദേഹം പരിശോധിക്കുന്നത്. നിങ്ങൾ നന്നായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടുന്നെങ്കിൽ അദ്ദേഹം കാര്യമായ രീതിയിൽ പ്രഹരിക്കും. നിങ്ങൾ എല്ലാ വിധത്തിലും സാത്വിക ഗുണം നല്ല ഗുണത്തിൽ വന്നു എന്ന് മനസ്സിലായാൽ അദ്ദേഹം വെറുതെ വിടും. ഇതാണ് ജ്യോതിഷപരമായിട്ട് ശനിയെ വിലയിരുത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 2026 ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ആലോചനാശൂന്യമായ ഇടപെടലുകൾ കൊണ്ട് പ്രതിസന്ധികൾ വരുത്തി വെക്കരുത്. ക്ഷുപ്രകോപം കൊണ്ടും എടുത്തിയാട്ടം കൊണ്ടും അനാവശ്യമായിട്ടുള്ള ഈഗോകൾ കൊണ്ടും അവസരം അറിയാതെ വെല്ലുവിളിക്കുന്നത് കൊണ്ടും ആരെങ്കിലും ഒരുക്കി വെച്ചിരിക്കുന്ന കെണിയിൽ പോയി വീഴരുത്. കാരണം സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. ഇനിയിപ്പം അധികം താമസിക്കാതെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം വരുന്നുണ്ട്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം വരുമ്പോൾ ചില തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട്. അതിനുള്ള വഴി ഇപ്പോഴും ഒപ്പിച്ച് വെക്കരുത്. ഇതാണ് നമുക്ക് ഇവരുടെ ജനുവരി ഫെബ്രുവരി മാസ ഫലമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ദോഷപരിഹാരമായിട്ട് നമുക്കിവിടെ എടുത്ത് പറയാനുള്ളത്, ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുക, ശാസ്താവിനെ നീരാജനം
അല്ലെങ്കിൽ ശിവന് പിൻബലക്കായി സമർപ്പിക്കുക. ശനിയാഴ്ച ദിവസം പകൽ സമയങ്ങളിൽ കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി അന്നം ദാനം ചെയ്യുക. ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്തിൽ നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർപ്പക്ഷേത്രത്തിലോ രാഹുക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകലർന്ന നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദുർഗാദേവി ക്ഷേത്രത്തിൽ ചണ്ഡിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി, ഗുരുപുഷ്പാഞ്ജലി, കടും പായസം പോലുള്ള വഴിപാടുകൾ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. ഇതര വസ്തുക്കളെ സംബന്ധിച്ച് അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും നിറത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കാം. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.